യേശു അറിഞ്ഞിരുന്നത് കൊണ്ട് അത്താഴം കഴിഞ്ഞ് എഴുന്നേറ്റ് തന്റെ മേലങ്കി മാറ്റിയിട്ട് ഒരു തൂവാലയെടുത്ത് അരയിൽ ചുറ്റി അനന്തരം ഒരു പാത്രത്തിൽ വെള്ളമെടുത്തു. പ്രീതികരമായ ജീവിതത്താലും മനുഷ്യന്റെ ആത്മാവിനും സകലത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. കഴുകി മൺമയരെ തവദാസരുടെ കരകളെല്ലാം കഴുകീണം കൃപയാ. സകല കുറ്റം നടപടികളെയും ശീലങ്ങളെയും ഒഴിച്ചു കളയട്ടെ. നിന്നെ തിരുകൂടുതലെല്ലാവരെയും വിശുദ്ധിയിലും മത്സ്യാതന്ത്രമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. അടുക്കൽ ചെന്നപ്പോൾ അവൻ, എന്റെ കർത്താവേ, അങ്ങന്റെ കാലുകളെ കഴുകുന്നുവോ എന്ന് ചോദിച്ചു. യേശു അവനോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നീട് അറിയുമെന്ന് പറഞ്ഞു. അവനോട്, അവിടുന്ന് ഒരിക്കലും എന്റെ കാൽ കഴുകരുത് എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ കഴുകാതിരുന്നാൽ എന്നോട് ഒരുമിച്ച് നിനക്ക് പങ്കുണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവനോട്, എന്റെ കർത്താവേ,
അങ്ങനെയെങ്കിൽ എന്റെ കാലുകൾ മാത്രമല്ല കൈകളും തലയും കൂടി കഴുകണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, കുളിച്ചവന് കാലുകൾ മാത്രമല്ലാതെ കഴുകേണ്ട ആവശ്യമില്ല, അവൻ സർവാംഗം ശുദ്ധനാകുന്നു. നിങ്ങളും ശുദ്ധിയുള്ളവരാകുന്നു, എങ്കിലും എല്ലാവരും അങ്ങനെയല്ല എന്ന് പറഞ്ഞു. യേശു തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവനെ അറിഞ്ഞിരുന്നത് കൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞത്. അവനാകട്ടെ അവരുടെ കാലുകൾ കഴുകിയതിനു ശേഷം തന്റെ മേൽവസ്ത്രങ്ങൾ ധരിച്ച് പന്തിയിലിരുന്നു. കഴുകി